പുടിൻ ഇന്ന് വന്നിട്ടുണ്ട്. നാളെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് നിർണായക കൂടിക്കാഴ്ചയാണ്. വലിയ പ്രതിരോധ കരാറിലാണ് അദ്ദേഹം, അല്ലെങ്കിൽ അവിടെ വെച്ച് തീരുമാനിക്കുന്നു. ഇവിടെ വീണ്ടും പല തീരുമാനങ്ങളും നിർണായക തീരുമാനങ്ങളും ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള വാർത്തകളാണ് വരുന്നത്. S-400 കൂടുതൽ വാങ്ങുന്നതിന്, S-500 വാങ്ങുന്നതിന്, ഒരുപക്ഷെ അതിന്റെ സോഴ്സ് കോഡും അതിന്റെ നിർമ്മാണവും ഇന്ത്യയിൽ നടത്തുന്നതിന്, അത് Su-57 എന്ന വിമാനം വാങ്ങിക്കുന്നതിന് തീരുമാനിക്കുന്നു. അതിന്റെ സോഴ്സ് കോഡ് ഉൾപ്പെടെ നമ്മൾക്ക് തരുന്നു. ഒരുപക്ഷെ ആ വിമാനങ്ങൾ വീണ്ടും ഇവിടെ തന്നെ നിർമ്മിക്കുന്നതിന് വേണ്ടി. അതായത് എല്ലാ അർത്ഥത്തിലും, അതായത് റഷ്യ ഒരു പക്ഷേ ഇന്ത്യയിലേക്ക് അവരുടെ ആയുധ വ്യാപാരവും അല്ലെങ്കിൽ ആയുധ കച്ചവടവും ഇന്ത്യയിൽ നിർമ്മിച്ച് നടത്തുന്നതിന് വേണ്ടി കമ്മീഷൻ അടിസ്ഥാനത്തിൽ ഒരു പക്ഷേ അജിത് ഡോവൽ സംസാരിക്കുന്നു, ജയശങ്കർ നേരത്തെ സംസാരിക്കുന്നു. ഇതിനുശേഷം നിർണായകമായിട്ട് ഇന്ത്യയിലേക്ക് വരുന്നത് ഇന്ത്യയിലേക്ക് വന്നെന്ന് പറഞ്ഞാൽ വലിയ നിർണായകമായിട്ടുള്ള ഈ തീരുമാനങ്ങൾ, ഈ നേരത്തെ ഞാൻ ഈ പറഞ്ഞ തീരുമാനങ്ങളൊക്കെ ഒരുപക്ഷെ അവിടെ ഇവിടെയും ഇരുന്ന് ഫോൺ ചെയ്താലും അല്ലെങ്കിൽ ജയശങ്കർ പോയാലും അജിത് ഡോവൽ പോയാലും ഒക്കെ നടക്കുന്ന കാര്യങ്ങൾ അങ്ങനെ നടത്തിയിട്ടുണ്ട്, അതിന്റെ കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ നിർണായകമായ ചില കാര്യങ്ങൾ, ലോകക്രമത്തിനകത്ത് പോലും ചില വ്യത്യാസങ്ങൾ വരുത്തുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ, അല്ലെങ്കിൽ ലോകശക്തിയെ രണ്ട് ചേരിയിൽ നിൽക്കുമ്പോൾ ആ റഷ്യയുടെ ചേരിക്ക് ബലമേകുന്ന രീതിയിലേക്ക് ഇന്ത്യയെ ഉൾപ്പെടുത്തിക്കൊണ്ട് പോകുന്നതിന് വേണ്ടി പല നിർണായക കരാറുകൾ, അതായത് ഇപ്പൊ തന്നെ അദ്ദേഹം ഇവിടോട്ട് വരുന്നത് താരിഫുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഊന്നിയായിരുന്നു. അതിനുശേഷം ഇവിടെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ അറിയാമല്ലോ. ഇവിടെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഏറ്റവും അവസാനം നമ്മളെ വീണ്ടും ഈ നമ്മുടെ അകത്ത് നിന്ന് ആൾക്കാർ ആക്രമിച്ചെങ്കിലും അതിന്റെ പുറത്ത് ഒരുപക്ഷെ അമേരിക്ക, തുർക്കി ഉൾപ്പെടെ പാകിസ്ഥാനെ സഹായിക്കാൻ നിൽക്കുന്ന രീതി, അതിനകത്ത് അഫ്ഗാനിസ്ഥാൻ നമ്മളുടെ കൂടെ നിൽക്കുന്നു, അഫ്ഗാനിസ്ഥാനെ ആക്രമിക്കാൻ അമേരിക്ക നിൽക്കുന്നു. അപ്പം ഇതിനകത്തൊക്കെ ഒരു വ്യത്യാസം, അഫ്ഗാനിസ്ഥാന് വേണ്ടി GCCയുടെ 3 പ്രബല രാജ്യങ്ങൾ, ആണവ രാജ്യങ്ങളാണ് നിൽക്കുന്നത്. ഒന്ന് ഇന്ത്യ, നിസ്സാരമല്ല, റഷ്യ, ഒന്ന് ചൈന. അതിനെതിരെ നിൽക്കുന്നത് ആര്? അമേരിക്ക നിൽക്കുമ്പോൾ അമേരിക്കയുടെ കൂടെ GCC രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. എന്തെങ്കിലും ഒരു പ്രശ്നം വ്യാപകമായിട്ട് വന്നാൽ, അതായത് ഇപ്പൊ ഒളിഞ്ഞിരുന്നാണല്ലോ എല്ലാവരും കളിക്കുന്നത്, പുറത്ത് വരുന്നൊരവസ്ഥ വന്നാൽ ലോകമഹായുദ്ധത്തിലേക്ക് പോകും. അപ്പൊ അതാണ് ലോകം ഇങ്ങനെ ഉറ്റുനോക്കുന്നത്. അതായത് വ്യാപാര കരാറിനപ്പുറം, ലോക ചേരിതിരിവ് ഉണ്ടാകുന്നതിനപ്പുറം ഒരു സംഘർഷത്തിലേക്ക് പോയാൽ വലിയൊരു വിഷയത്തിലേക്ക് പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരികയാണ്. അപ്പൊ ആ സമയത്താണ് നാളെ നിർണായക കൂടിക്കാഴ്ച ഒരുപക്ഷെ വന്നിരിക്കുന്നത്. അതിനകത്ത് ഈ നിർണായക കൂടിക്കാഴ്ച എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾക്കകത്ത്, അല്ലെങ്കിൽ ഇപ്പൊ തന്നെ വേറൊരു കരാർ വന്നിട്ടുണ്ട്, ആർസിലോസ് കരാർ എന്ന് പറഞ്ഞാൽ, കാരണം അത് തന്നെ അതിന്റെ ആദ്യഘട്ടത്തിൽ ആർസിലോസ് കരാർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ ആണവ കരാറല്ല, പ്രതിരോധ കരാർ, അല്ലെങ്കിൽ പരസ്പര സൈനിക കരാർ. കാരണം അതിനകത്ത് വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനം അവിടുത്തെ ഭൗമസഭയിലൊക്കെ അത് പാസ്സാക്കിയിട്ട് വരികയാണ്. കാരണം റഷ്യൻ പട്ടാളത്തിന് ഇവിടെ വരാൻ സാധിക്കും, ഇന്ത്യയിൽ വരാൻ സാധിക്കും, ഇന്ത്യയിൽ അവരുടെ ആയുധങ്ങൾ വിന്യസിക്കാൻ സാധിക്കും, തിരിച്ച് ഇന്ത്യൻ പട്ടാളത്തിന് അവിടെ ചെല്ലാൻ സാധിക്കും, അവിടെ ആയുധങ്ങൾ വിന്യസിക്കാൻ സാധിക്കും. ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കലാമിറ്റീസ് വരുമ്പോൾ പരസ്പരം സഹായിക്കും. രണ്ടാമത് യുദ്ധമെന്നല്ല പറഞ്ഞേക്കുന്നത്, ഭീകരവാദ ആക്രമണം, തീവ്രവാദ ആക്രമണത്തിനകത്ത് രണ്ട് രാജ്യങ്ങളും പരസ്പരം സഹായിക്കും. ഇവിടെ ഏറ്റവും കൂടുതൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്, ലോകത്ത് ഏറ്റവും കൂടുതൽ ത്രെട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന, ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അതിൻ്റെ കൂടെ ഈ ആർട്ടിക് അന്റാർട്ടിക് മേഖലയിൽ ഉള്ള ഒരു പ്രധാനപ്പെട്ട, അതായത് അമേരിക്ക ഉറ്റുനോക്കിയിരുന്ന, ചൈന ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ലോകം മൊത്തം ഉറ്റുനോക്കുന്ന, ഇതിന്റെ കസ്റ്റോഡിയൻ ആർട്ടിക് അന്റാർട്ടിക് മേഖലയിലെ കസ്റ്റോഡിയൻ ആരാ? റഷ്യയാണ്, അവരുടെ കയ്യിലാണ്. ഈ ഒരു മേഖലയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തണുത്തുറഞ്ഞ് കിടക്കുന്ന ഈ മേഖലയിൽ ധാതു സമ്പത്തുകളുടെ ഒരു കൂമ്പാരം, അല്ലെങ്കിൽ ഒരു വളരെ വളരെ ദീർഘമായിട്ട് ആയിരക്കണക്കിന് വർഷത്തേക്ക് ധാതു സമ്പത്തുകൾ എടുക്കുന്നതിനും, അല്ലെങ്കിൽ അത് അവിടുന്ന് വേർതിരിച്ചെടുത്താൽ കയ്യിൽ വെക്കുന്നതിനും, അതോടുകൂടി ലോകത്തെ നിയന്ത്രിക്കാൻ കഴിയുന്ന ശക്തിയായിട്ട് അവിടുന്ന് ധാതു സമ്പത്തുകൾ ഉരുത്തിരിക്കുന്ന രാജ്യമായിത്തീരുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. ഇതിനകത്ത് ഇപ്പോൾ റഷ്യയുടെ കയ്യിലാണല്ലോ പ്രദേശം, അവിടേക്ക് ഇന്ത്യക്ക് എൻട്രി കൊടുത്തിരിക്കുക, ചൈനയ്ക്കും കൊടുത്തിട്ടില്ല, അമേരിക്ക പലവട്ടം പല രീതിയിൽ ശ്രമിച്ചിട്ട് നടക്കത്തില്ല. അവിടെ ഒന്നിച്ച്, അല്ലെങ്കിൽ ഇതുവരെ നേരത്തെ പരിവേഷമൊക്കെ നടത്തിക്കൊണ്ട് ഇപ്പം ചൈന നടത്തുന്നുണ്ട്, പക്ഷേ ആരുടെ പ്ലാറ്റ്ഫോമല്ല, റഷ്യയുടെ പ്ലാറ്റ്ഫോം. നമ്മളും ചെറുതായിട്ട് നടത്തുന്നത്, അതും റഷ്യയുടെ പ്ലാറ്റ്ഫോം. പക്ഷേ ഇനി ഇന്ത്യക്ക് യഥേഷ്ടം കടന്നില്ല. ഇന്ത്യയുടെ ഈ ബ്രേക്കിംഗ്, അല്ലെങ്കിൽ ഈ സ്ഥലത്തൂടെ കടന്നു പോകുന്ന കപ്പലുകൾക്ക് യഥേഷ്ടം അതിലേക്കൂടെ കടന്നു പോകാം, അല്ലെങ്കിൽ മറ്റു പല രാജ്യങ്ങളുമായിട്ട് വ്യാപാരം നടത്താം. ആ കപ്പലുകൾക്ക് ഉപയോഗിക്കുന്നതിനും കടന്നു പോകുന്നതിന് വേണ്ട പരിശീലനമൊക്കെ റഷ്യ കൊടുക്കും. അതായത് ലോകത്ത് ഇപ്പോൾ 2030 ആകുമ്പോഴത്തേന് നമുക്ക് ധാതു സമ്പത്തുകളുടെ ലഭ്യത നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ ചൈനയോടാണല്ലോ ധാതു
സമ്പത്തുകൾ അല്ലെങ്കിൽ റെയർ മെറ്റീരിയൽസ്, ലോകത്തെ അവരാണ് റെയർ മെറ്റീരിയൽസിന്റെ കസ്റ്റോഡിയൻ. അവരിപ്പോൾ റെയർ മെറ്റീരിയൽസ് കൊടുക്കുന്ന കാര്യം നിർത്തി കഴിഞ്ഞാൽ ഇല്ല, ലോകത്തെങ്ങും ഇല്ല. അമേരിക്ക പോലും പെട്ടുപോയി. ഇപ്പൊ ഇനി യുദ്ധം എന്ന് പറയാൻ ആയുധ യുദ്ധം മാത്രമല്ല, ഒരുത്തൻ ക്രൂഡ് ഓയിൽ ഇന്ത്യയിലോട്ട് കയറ്റിവിടുന്ന നമ്മൾ ആശ്രയിക്കുന്ന അതാണല്ലോ നരേന്ദ്രമോദി ഇപ്പോൾ 40-45 രാജ്യമായിട്ട് ആശ്രയിച്ചേക്കുന്നത്. ഏതെങ്കിലും ഒരു രാജ്യമായിട്ട് ആശ്രയിച്ചാൽ അവനങ്ങ് നിർത്തിയാൽ നാളെ കാലത്ത് നമ്മുടെ ഊർജ്ജ പ്രതിസന്ധി വന്നോ, ലോക സ്ട്രക്കായോ, ആ രീതിയിലേക്കുള്ള യുദ്ധത്തിലേക്കൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതായത് ഈ ഏതെങ്കിലും ഒരു രാജ്യം ഇപ്പം ലോകത്തെ മൊത്തം നിയന്ത്രിക്കാനും സ്ട്രക്കാക്കാനും ചൈനയ്ക്ക് ഈ റെയർ മെറ്റീരിയൽസിന്റെ കസ്റ്റോഡിയൻ ആവാനായതുകൊണ്ട് സാധിക്കുന്നു. മനസ്സിലാവുന്നുണ്ട്? ഈ രീതിയിലേക്കുള്ള ഒരു യുദ്ധവും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇനി ലോകത്ത് ഈ റെയർ മെറ്റീരിയൽസിന്റെ മൊണോപ്പൊളി ചൈനയുടെ ഭാഗത്തു നിന്ന് ഒരുപക്ഷെ 2030 ശേഷം ഈ ഒരു കരാറോടെ വന്നു കഴിയുമ്പോൾ ഇന്ത്യയുടെ ഭാഗത്താവും. അതായത് റഷ്യയുടെ ഭാഗത്ത്. റഷ്യക്ക് ഇപ്പോൾ ഒരു പ്രശ്നം തോന്നുന്നു, റഷ്യക്ക് ഇല്ലാത്തതും പണം നമുക്ക് ആവശ്യത്തിനുള്ളതും പണം എന്ന് പറഞ്ഞ പഴഞ്ചൊല്ലില്ലേ? കാരണം റഷ്യക്ക് ടെക്നോളജി ഉണ്ട്, എല്ലാം ഉണ്ട്, ആയുധം നിർമ്മിക്കാനുള്ള സംവിധാനം കൊണ്ട് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ അവരുടെ ഇപ്പോൾ പൈസ ഇല്ല, നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ വിശ്വസ്തമായിട്ടുള്ള പാർട്ണർ വേണം, അതും ഇന്ത്യ. അപ്പോൾ ഇതൊരു വല്ലാത്ത ഈ വരവിൻ്റെ പുറകിൽ വലിയ വലിയ തീരുമാനമാണ്. അതായത് ലോകത്തിൻ്റെ നെറുകയിലേക്ക് ഒരു പക്ഷേ നാളെ കാലത്ത് ഞാനീ പറഞ്ഞതുപോലെ ഇപ്പം ഹീലിയം, നമ്മൾ നേരത്തെ ബഹിരാകാശത്തേക്ക് ഒരു ഉപഗ്രഹം അടിച്ചല്ലോ, എല്ലാവരും ചോദിച്ചു എന്തിനാ അവിടെ പോയി സൗത്ത് സോണിൽ പോയി ഇങ്ങനെ ലാൻഡ് ചെയ്യുന്നത്, അതിൻ്റെ കാര്യം എന്തോ, കോടിക്കണക്കിന് രൂപ മുടക്കി. അവിടെ ഹീലിയം എന്ന് പറഞ്ഞൊരു വാദമുണ്ട്. ഹീലിയം എന്ന് പറയുന്ന വാദം ഏത് രാജ്യത്ത് വൻതോതിൽ എത്തിക്കാൻ സാധിക്കുന്ന ആ രാജ്യം പിന്നെ ലോകത്തിൻ്റെ നമ്പർ 1 ആയി. അവിടെ ഹീലിയം ഉണ്ട്. മനസ്സിലായത്? അപ്പോൾ ഇതേ രീതിയിലാണ് ഈ ലോകമൊക്കെ ആ രീതിയിലേക്ക് ചിന്തിച്ചു തുടങ്ങി, ആ രീതിയിലേക്ക് പോയി തുടങ്ങി. കാരണം നമ്മുടെ ഭൂപ്രദേശത്ത് നിന്ന് മറ്റു പലത്തുനിന്ന് ഇതുപോലുള്ള കാര്യങ്ങൾ കളക്ട് ചെയ്യുക, ലോകത്തിൻ്റെ നമ്പർ 1 ആവുക, അത് നിയന്ത്രിക്കുന്ന ലോകം മൊത്തം അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾക്ക് ആശ്രയിക്കേണ്ടി വരുമോ, ഇങ്ങനെ നമ്പർ 1ലേക്ക് പോവാം. ഇപ്പം തന്നെ ഇന്ത്യ ആശ്രയിക്കേണ്ടി വരുന്നത് അതുകൊണ്ടൊക്കെ തന്നെ. കാരണം ഇന്ത്യയിൽ നമ്മളിപ്പോൾ പറഞ്ഞാൽ ഇന്ത്യ ഏറ്റവും വലിയ കമ്പോളമാണ്, വാങ്ങൽ ശേഷിയുള്ള രാജ്യമാണ്. അല്ലെങ്കിൽ പലതും ഇപ്പോൾ നമ്മൾ ഉൽപ്പാദിപ്പിക്കാനും കയറ്റുമതി ചെയ്യാനും അല്ലെങ്കിൽ നമ്മളെ ആശ്രയിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് ലോകം പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഇത് കൂടുതൽ വലിയ വലുപ്പത്തിൽ എല്ലാ അർത്ഥത്തിലും ആക്കുന്നതിന് വേണ്ടി ഉള്ള വലിയൊരു കരാറാണ് ഈ ആർസിലോസ് കരാർ എന്ന് പറയുന്നത്. അപ്പം അതെല്ലാം കൂടെ വരുന്നത് ഇപ്പോൾ വല്ലാത്തൊരു കാര്യത്തിലേക്കാണ് ഇന്ത്യ. അല്ലാതെ പുടിൻ ചുമ്മാതെ എങ്ങും പോകുന്ന ആളല്ലല്ലോ, എങ്ങും പോകത്തില്ലല്ലോ. പുടിൻ്റെ വരവ് ലോകം വലിയ രീതിയിലാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ സംഭവിക്കാം. അതായത് നമ്മൾ പണ്ട് ബംഗ്ലാദേശ് വിമോചന യുദ്ധകാലത്ത് ചെയ്തത്, ആദ്യം യുദ്ധം മനേക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ചെയ്തത്, ഇന്ദിരാഗാന്ധി മോസ്കോയിലേക്ക് പോവുകയാണ്. അവിടെ അവർ റഷ്യയുമായിട്ട് ഒരു കരാർ, ഇൻഡോ റഷ്യൻ സൗഹൃദ കരാർ എന്നാണ് അതിന് പറയുന്നത്. സൗഹൃദം, ആ സൗഹൃദത്തിൻ്റെ കരാർ, ആ സൗഹൃദത്തിൻ്റെ മറയിലാണ് ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യക്കെതിരായിട്ടുള്ള പ്രമേയം, ഇന്ത്യക്കെതിരായിട്ട് വന്ന പ്രമേയം ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിൽ അവിടെ റഷ്യ വീറ്റോ ചെയ്തു. അമേരിക്ക ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങളും ഇന്ത്യക്കെതിരായിട്ട് അവിടെ വോട്ട് ചെയ്തപ്പോൾ റഷ്യ വീറ്റോ ചെയ്തതുകൊണ്ട് മാത്രം നമ്മളവിടെ രക്ഷപ്പെട്ടു. ബംഗ്ലാദേശിലേക്ക് കടന്നാക്രമിച്ചു എന്നുള്ളതായിരുന്നു. അപ്പോൾ യുദ്ധക്കുറ്റത്തിന് വേണ്ടി നമ്മളെ ശിക്ഷിക്കാൻ പറ്റിയ ഒരു കാര്യത്തിൽ നിന്ന് നമ്മൾ ഈ റഷ്യയുടെ സഹായം കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. അങ്ങനെ നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു സുഹൃത്താണ് റഷ്യ എന്ന് പറയുന്നത്. ഈ റഷ്യ, അതിൻ്റെ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ഇപ്പോൾ ഇന്ത്യയിലേക്ക് വരികയാണ്. നിർണായകമായൊരു സന്ദർഭത്തിൽ ഈ പറഞ്ഞ പോലെ ഓപ്പറേഷൻ സിന്ദൂർ നിലനിൽക്കുമ്പോൾ തന്നെ ഇന്ത്യയിലേക്ക് വരികയാണ്. ചുറ്റും ബംഗ്ലാദേശ് ഇന്ത്യ ചിഹ്ന ഭിന്നമാക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ, പാകിസ്ഥാൻ ഇന്ത്യയെ ബ്ലീഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോൾ, ആ ഒരു സന്ദർഭത്തിൽ ഇന്ത്യക്ക് അത്ര സുഖകരമല്ലാത്ത ഒരു സന്ദർഭത്തിൽ ഇന്ത്യയിലേക്ക് നേരിട്ട് അദ്ദേഹം തന്നെ കൊടുക്കുക. അപ്പോൾ ഇന്ത്യക്ക് റഷ്യ കൊടുക്കുന്ന പ്രാമാണ്യത്തിൻ്റെയും പ്രാധാന്യത്തിൻ്റെയും ഒരു പ്രധാനപ്പെട്ട സൂചനയാണ് ഇദ്ദേഹം വരുന്നതിൻ്റെ. ഇവിടെ വരുമ്പോൾ ഈ പറയുന്ന ഊർജം മാത്രമല്ല, റെയർ എർത്ത്സ് എന്ന് പറയുന്ന എലിമെൻറ്റ്സ് മാത്രമല്ല, സെമി കണ്ടക്ടേഴ്സ് മാത്രമല്ല, മിസൈലുകളും അതുപോലെ തന്നെ S-400 സീരീസിൽപ്പെട്ട എയർ കമാൻഡ് സിസ്റ്റവും അതുപോലെ തന്നെ Su-57 ഇനത്തിൽപ്പെട്ട ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വിമാനങ്ങളും എല്ലാം കരാറിൻ്റെ ഭാഗമാണ്. അതുകൂടാതെ 300 മിസൈലുകളുടെ ഒരു പാക്റ്റ് നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് റഷ്യയിൽ പോയിട്ട്. വളരെയധികം പ്രാധാന്യമാണ് ഇതിന് കൊടുക്കുന്നതെന്ന് റഷ്യയുടെ പുടിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള പ്രസിഡൻഷ്യൽ പ്രസ് സെക്രട്ടറി എന്നാണ് പറയുന്നത് ദിമിത്രി പോസ്കോ പറഞ്ഞു. അതുപോലെ തന്നെ സ്ലൈറ്റായിട്ട് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള വ്യാപാരം, പെട്രോൾ വ്യാപാരം ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ നരേന്ദ്രമോദിയുമായിട്ട് അദ്ദേഹം നാളെ നമ്മൾ ഈ ചർച്ച ചെയ്യുന്നതിൻ്റെ പിറ്റേ ദിവസം ചർച്ച ചെയ്യുകയാണ്. ആ ചർച്ചയിൽ നമ്മൾ ഈ പറയുന്നതിനേക്കാൾ അല്പം കൂടിയ കാര്യങ്ങളുണ്ടാവും. കാരണം ഇന്നിപ്പോൾ ഇന്ത്യ ടുഡേ അതുപോലെ തന്നെ ആജ് തക്കിന് ഒരു പ്രത്യേകമായിട്ടുള്ള അഭിമുഖം പുടിൻ നൽകിയിട്ടുണ്ട്.
പക്ഷേ അത് എംബാർഗോ ചെയ്തിരിക്കുകയാണ്. ഇന്ന് രാത്രി 9 മാത്രമേ അത് റിലീസ് ചെയ്യുകയുള്ളൂ. അപ്പോൾ പുടിൻ ഇന്ത്യയിൽ വന്ന ശേഷമാണ് ഇത് പുറത്തു വരിക. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ വളരെ വലിയ സാധ്യതകൾ ഇന്ത്യയും അമേരിക്കയും തമ്മിലുണ്ട്. ഇത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ മിസൈൽ ടെക്നോളജി ഇങ്ങോട്ട് വാങ്ങിക്കുന്നതോടൊപ്പം ഇന്ത്യയിൽ നിന്ന് ഏതൊക്കെ സാധനങ്ങളുടെ ഇറക്കുമതിയാണോ അമേരിക്ക മുടക്കിയിരിക്കുന്നത് സാങ്ഷൻ കൊണ്ട്, അതെല്ലാം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടുള്ള വിശാലമായിട്ടൊരു കരാറിനും കൂടെ ഇവിടെ ഒപ്പിടുകയാണ്. അപ്പോൾ അമേരിക്ക എന്ന് പറഞ്ഞാൽ നീ എത്ര സാങ്ഷൻ വെച്ചാലും നമുക്കൊരു കുന്തവുമില്ല എന്നുള്ളൊരു സ്ഥിതിയിലേക്ക് ഇന്ത്യ പോവുകയാണ്. പണ്ടും അതിങ്ങനെയായിരുന്നു. ബംഗ്ലാദേശ് യുദ്ധകാലത്തും ഇത് അമേരിക്ക എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ സപ്പോർട്ട് ചെയ്തു പോയി, ചൈനയും സപ്പോർട്ട് ചെയ്യുമായിരുന്നു. അന്ന് നമ്മളെ രക്ഷിക്കാൻ ഉണ്ടായിരുന്നത് റഷ്യ മാത്രമാണ്. റഷ്യയുടെ കരുത്തിലാണ് 18 ദിവസം കൊണ്ട് നമ്മൾ ബംഗ്ലാദേശിനെ അടിച്ച് കീഴടങ്ങുമായിരുന്നു അവർ ഏകപക്ഷീയമായി. അപ്പോൾ ഇതുപോലെ തന്നെ ഒരു കീഴടങ്ങൽ ഇപ്പോൾ ചൈനയും കൂടെ നമ്മുടെ ഭാഗത്തുണ്ട്. ഈ പ്രാവശ്യം ചൈനയുണ്ട്, അതുപോലെ തന്നെ ചൈനയ്ക്ക് കൂട്ടായിട്ട് നോർത്ത് കൊറിയയുണ്ട്. അങ്ങനെ ഒരു അച്ചുതണ്ട്. ഇപ്പോൾ മാഷ് നേരത്തെ പറഞ്ഞ പോലെ ബ്രസീലും ഒക്കെ ചേർന്ന ഒരു ബ്രിക്സ്, അതിൽ സൗത്ത് ആഫ്രിക്കയുണ്ട്. ഈ രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്ന ഒന്ന്, ഈ അമേരിക്കയും അതുപോലെ പാകിസ്ഥാനും കൂടെ പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, എല്ലാം കൂടെ ചേർന്നാലും അതിനെയൊക്കെ തകർക്കത്തക്ക ഒരു പ്രതിരോധ കോട്ടയായിട്ട് മാറുന്ന ഒരു ലക്ഷണമാണ്. അപ്പോൾ ഈ നാറ്റോ എന്ന് പറയുന്നതിനൊന്നും ഒരു പ്രസക്തിയില്ല ഇപ്പോൾ. മറിച്ച് അമേരിക്കയുടെ ഏക ധ്രുവ ലോകം എന്നുള്ളതിനെ വെല്ലുവിളിക്കുന്ന അതിശക്തമായിട്ടുള്ള ഒരു പാക്റ്റ്. ഇപ്പുറത്ത് സോവിയറ്റ് യൂണിയൻ, ചൈന, അത് കഴിഞ്ഞ് വരുന്ന ഇന്ത്യ, നോർത്ത് കൊറിയ ഉണ്ട്. പക്ഷേ അവരുമായിട്ട് നമുക്ക് വലിയ അടുപ്പമൊന്നുമില്ല. നോർത്ത് കൊറിയയുമായിട്ട് ചേർന്ന് നിന്നില്ല നമ്മൾ ചൈനയിൽ പോയി ആ മീറ്റിങ്ങിന് പോയപ്പോഴും. അതുപോലെ ബ്രസീൽ വളരെ ശക്തമായ ഒരു രാജ്യമാണത്. വലിയ വിസ്തൃതിയും ശക്തിയും ഉള്ള ഒരു രാജ്യമാണ്. ഇങ്ങനെ ഈ രാജ്യങ്ങൾ, പിന്നെ സൗത്ത് ആഫ്രിക്ക ഓഫ് കോഴ്സ് അമേരിക്കയ്ക്കെതിരാണത്. റാമഫോസ ഇപ്പോൾ ട്രംപിനെതിരായിട്ടാണ് നിൽക്കുന്നത്, ദക്ഷിണാഫ്രിക്കയുടെ പ്രധാനമന്ത്രി. അപ്പോൾ അങ്ങനെ വലിയൊരു ചേരി. പിന്നെ ഗ്ലോബൽ സൗത്ത് മുഴുവൻ ഇന്ത്യയോടൊപ്പമാണ്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഏറെക്കുറെ എല്ലാം തന്നെ ഇന്ത്യയോടൊപ്പമാണ്. അപ്പോൾ ഇന്ത്യയുടേതായിട്ടുള്ള ഒരു വലിയ സാമ്രാജ്യം ഇന്ത്യ തന്നെ നേരിട്ട് നേടിയിട്ടുണ്ട്. അതിലേക്ക് ഇപ്പോൾ സോവിയറ്റ് റഷ്യ നമ്മുടെ ഏറ്റവും വലിയ സുഹൃത്തായിട്ടും കൂടെ വരുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക എന്ന് നമ്മളിപ്പോൾ ഇനി ചെയ്യാൻ പോകുന്ന ഒരു തീരുമാനം എന്ന് പറഞ്ഞാൽ, ഒരു രാജ്യത്തെ അമിതമായി നമ്മൾ ആശ്രയിക്കില്ല. നമുക്ക് പറ്റിയൊരു പരാജയം അതാണ്. അതുകൊണ്ട് കയറ്റുമതി എന്ന് പറയുന്ന എല്ലാ രാജ്യങ്ങളിലേക്കും തുല്യതല്ല. ഒരു രാജ്യം വേണ്ടെന്ന് വെച്ചാലും നമുക്കൊരു നഷ്ടവും വരാത്ത രീതിയിൽ അതിൻ്റെ സപ്ലൈ ചെയിൻ അങ്ങ് വ്യാപിക്കുന്ന ഒരു തന്ത്രം. അത് ആഫ്രിക്ക, ശ്രീലങ്ക, ഇങ്ങനെയുള്ള ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലേക്കും. അപ്പോൾ ഒരു രാജ്യം ഒന്ന് തകർന്നാലും, ഒരു രാജ്യം ഒന്ന് പിണങ്ങിയാലും നമ്മളെ ഒരു തരത്തിലും ബാധിക്കാത്ത ഒരു ഇക്കോ സിസ്റ്റത്തിലേക്ക് നമ്മുടെ സപ്ലൈ ചെയിനിനെ ഇപ്പോൾ കൊണ്ടുപോയിരിക്കുകയാണ്. ABC മലയാളത്തിൻ്റെ കൂടെ ABCക്ക് ഒരു ഹിന്ദി ചാനലുണ്ട്, ABC ഹിന്ദി. അത് സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങൾ വരിക്കാരാകണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.